കോടതിയെയും പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല. നിങ്ങൾ ഈ വിഭാഗീയത എന്ന് പറയുന്നത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിൽ വേറെ ഒരു വിഭാഗീയത എന്നത് കാണാനില്ല. കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ്. കേരളത്തിലെ CPM-നകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ട്. വിഭാഗീയത മൂലം പിരിച്ചുവിട്ട കരുനാഗപ്പള്ളിയിൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ തിടുക്കത്തിൽ പൂർത്തിയാക്കില്ല. അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. അതുകൊണ്ട് സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതിയിൽ തന്നെയാണ്. തർക്കത്തെ തുടർന്ന് തടസ്സപ്പെട്ട CPM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്തിപ്പ് ആലോചിക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി. പ്രാദേശിക വിഭാഗീയതയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് ചേർന്ന ലോക്കൽ സമ്മേളനം അലങ്കോലപ്പെടുകയായിരുന്നു. ഉള്ളടക്കം വിവാദമായതോടെ പ്രതിനിധികൾക്ക് നൽകിയ റിപ്പോർട്ടും തിരികെ വാങ്ങിയിരുന്നു. പത്തനംതിട്ടയിൽ തന്നെ കൊടുമൺ CPM ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. K. പ്രസന്നകുമാറെ തോൽപ്പിച്ച് മത്സരത്തിൽ RB രാജീവ് കുമാർ വിജയിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ വീട് ഉൾപ്പെടുന്ന ഭാഗത്താണ് മത്സരം നടന്നത്. മത്സരം ഒഴിവാക്കാൻ ജില്ലാ സെക്രട്ടറി ഉദയഭാനു ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. പാലക്കാട് ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. മൂക്കിന് താഴെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ സംഘടന ദുർബലമായെന്ന് പ്രതിനിധികൾ. A. വിജയരാഘവനെ പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിലും വിമർശനമുണ്ടായി. 8 ലോക്കൽ സെക്രട്ടറിമാരെ ഒഴിവാക്കി പുതിയ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചതിലും അമർഷം രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.